പ്രധാനമന്ത്രി ആവാസ് യോജനയിലും ലൈവ് മിഷൻ പദ്ധതിയിലും വീടിന് അനുമതി ലഭിച്ചു. പക്ഷേ KSEBയുടെ പിടിവാശി മൂലം വീട് വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാസർകോട്ടെ കുമ്പളയിലെ നസീർ. നിത്യരോഗിയായ നസീർ നവകേരള സദസ്സിൽ പരാതി കൊടുത്തെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. 19,584 രൂപ KSEBയിൽ അടയ്ക്കാനാണ് മറുപടി ലഭിച്ചത്. ഇത് നസീർ, കുമ്പള പഞ്ചായത്തിലെ കുണ്ടങ്കലടുക്ക സ്വദേശി. 15 വർഷമായി രോഗിയാണ്. തലച്ചോറിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അസുഖമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ. ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ. പണമില്ലാത്തതിനാൽ നീണ്ടുപോവുകയാണ്. ഇതിനിടെ അപസ്മാരവും പിടിപെട്ടു. നാല് മാസത്തിൻ്റെ അടുക്കായി കൂടുതലായി ഇപ്പോൾ അപസ്മാരം കൂടുതലായിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോൾ കാസർഗോഡ് മെഡിക്കൽ കോളേജിലുണ്ടായി ഒരു 10-25 ദിവസത്തോളം ഉണ്ടായി. ഒരാഴ്ച ICUലുണ്ടായി. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് എൻ്റെ വീട്ടിലായി. ഇപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് വെള്ളം കെട്ടിയിട്ടുണ്ട് ബ്രെയിനിൽ. തിരുവനന്തപുരം CG പോയിട്ട് ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞിന്. കുമ്പള പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ആകെ 3 സെന്റ് ഭൂമിയാണ് സ്വന്തമായി ഉണ്ടായിരുന്നത്. KSEB വൈദ്യുതി ലൈൻ വലിച്ചതോടെ ഭൂമി 2.25 സെന്റായി. സ്വന്തമായി ഒരു വീടിനു വേണ്ടി നിരവധി പരാതികൾ നൽകി. ഒടുവിൽ ഗവർണറും പ്രശ്നത്തിലിടപെട്ടു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലും ലൈഫ് മിഷനിലും വീട് പാസ്സായിട്ടുണ്ട്. പക്ഷേ ഭൂമിക്ക് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റാതെ വീട് വെക്കാനാകില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും മറുപടി ഇങ്ങനെ: താങ്കളുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടു. ലൈൻ മാറ്റി സ്ഥാപിക്കാൻ 19,584 രൂപ ഓഫീസിൽ അടയ്ക്കുമല്ലോ. മുകളിൽ ലൈന് പോയിട്ടുണ്ടെങ്കിൽ തൊട്ട് അത് അവിടെ ഇതാക്കാൻ പറ്റില്ല. ലൈന് മാറ്റി താമസിച്ചാലേ അവിടെ കെട്ടാൻ പറ്റും. അപ്പോൾ അത് മാറ്റണമെങ്കിൽ കുമ്പള KSEBന്ന് എസ്റ്റിമേറ്റ് 19,550 രൂപയാണ് എനിക്ക് എസ്റ്റിമേറ്റ് വന്നത്. നാട്ടുകാരുടെയും പള്ളി കമ്മിറ്റിയുടെയും സഹായം കൊണ്ടാണ് ചികിത്സ മുന്നോട്ടു പോകുന്നത്. ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിൽ വീടുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയുടെ മറുപടി കത്താണിത്. ആ സ്ഥലത്തിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കണം. അതിനായി നസീർ 19,584 രൂപ KSEBയിൽ അടയ്ക്കണം. ചികിത്സയ്ക്ക് പോലും പണമില്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഈ നടപടി. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.